ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സ്കൂൾ ഓഫ് ടയർനെസ് തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 150ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. 150 ആഴ്ചകളായിട്ട് തിരുവചനം പഠിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആക്കുവാനും അത് അനേകർ ശ്രദ്ധിക്കുവാനും ആയിരക്കണക്കിന് ആൾക്കാർ അത് ഫോളോ ചെയ്യുവാനും ഒക്കെ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 63,000 സബ്സ്ക്രൈബേഴ്സ്, 63,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തിരുവചനം കേൾക്കുവാൻ ആഗ്രഹമുള്ളവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം നമ്മൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒരു ബ്രേക്ക് എടുക്കുവാനായിട്ടിടയായി. ആ ഒരു സീസൺ ഹോളിഡേയ്സിനോടൊക്കെയുള്ള ബന്ധത്തിലും നമ്മുടെ സെമിനാറും മറ്റ് എൻ്റെ ട്രാവൽ നോടുള്ള ബന്ധത്തിലൊക്കെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുവാനും എപ്പിസോഡുകൾ ചെയ്യുവാനും ഇടയായില്ല. അതുകൊണ്ട് ഡിസംബർ ജനുവരി കൈൻഡ് ഓഫ് ഒരു ഹോളിഡേ മന്ത് മാതിരിയായിരുന്നു. എന്നാൽ നവംബർ മാസത്തിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്, എല്ലാ മാസത്തിലും നമുക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് പ്രകാരം നവംബറിൽ the Gate Ministries, you had 33,116 unique viewers in November. നവംബറിൽ മാത്രം നമുക്ക് 33,116 യുണീക്ക് വ്യൂവേഴ്സ്, അതായത് പുതുതായിട്ട് വന്നിട്ടുള്ളവരും ഓരോ വീഡിയോയും 7-8 തവണയൊക്കെ കാണുന്നവരെയൊക്കെയാണ് യുണീക്ക് വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ മാത്രം 33,000 പേരുണ്ടായിരുന്നു. ഈ ടോട്ടൽ വ്യൂവേഴ്സ് 2,14,900, ഓൾമോസ്റ്റ് 2,15,000 പേരുണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് ഒറ്റ മാസം 4,500 മേലെ സബ്സ്ക്രൈബേഴ്സ് നവംബർ മാസത്തിൽ നമുക്ക് ലഭിക്കാനായിട്ടിടയായി. ഞാൻ എന്തിനാ ഇത് നിങ്ങളെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് അനുദിനം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ഒരു മാസത്തിൽ 2,15,000 ആൾക്കാരോട് സുവിശേഷം പറയാനൊരു ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് തികച്ചും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സത്യവചനം ഇതിനെ മൂടി വെച്ചിരിക്കുന്നിടത്ത് ഇത് ലോകത്തിൽ പ്രസിദ്ധമാക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഒരു വസ്തുതയായിട്ട് ഞാൻ അതിനെ കാണുന്നു. എനിക്കെന്ന് മാത്രമല്ല, എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇതൊരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൂടെ പണസമ്പാദ്യത്തിന് വേണ്ടിയിട്ടോ ഉള്ളൊരു പദ്ധതി അല്ല എന്ന് നിങ്ങൾക്ക് ഇതിനോടകം അറിയാം. ഇന്ന് വരെ ഞാൻ അതിന് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇതുവരെ അതിന് തുനിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ അഡ്വർടൈസ്മെന്റുകളൊന്നും കാണത്തില്ല. ആരെങ്കിലും മോണിറ്റൈസേഷന് വേണ്ടി അത് ചെയ്യുന്നുവെങ്കിൽ ഞാനതിനെ കുറ്റം പറയുന്നില്ല. നല്ല കാര്യമാണ്. അവർക്ക് അതിൽ കൂടെ ഒരു വരുമാനം ലഭിക്കുന്നുവെങ്കിൽ അത് ദൈവനാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ബട്ട് ഗേറ്റ് മിനിസ്ട്രി എന്നുള്ള നിലയിൽ ഞാൻ ഇതുവരെയും ഈ 63,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമുക്ക് കാശ് കൂടുതൽ കിട്ടുന്നുവെന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയല്ല. ഒരു കാശും വാങ്ങിക്കാതെ, ഈ ഒരു പരസ്യം പോലും ഇതിൽ വരാതെ ഈ സുവിശേഷം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തോട് മാത്രം ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. എന്നാൽ ഭാവിയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മോണിറ്റൈസ് ചെയ്തേക്കാം. നമുക്ക് പൈസ അതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടില്ല. ഇത്രത്തോളം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. 150ാമത്തെ ബൈബിൾ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചു എന്ന് ചേർന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രധാനമായിട്ട് റോമാ ലേഖന പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്നധികം മുഖവരയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നേരെ ഈ പഠനത്തിലേക്ക് വരികയാണ്. 12ാം അധ്യായവും 13ാം അധ്യായവും കഴിയുമെങ്കിൽ 13ാം അധ്യായത്തിലും കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അധികം നേരം നിൽക്കാതെ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. പ്രശ്നം ഉണ്ടെങ്കിൽ ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഈ 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൂടുതലും ഇൻസ്ട്രക്ഷൻസ് ആണ്, പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുകൊണ്ട് പലർക്കും അവരങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊന്നും പറയുന്നത് കേൾക്കാൻ വലിയ താല്പര്യം കാണത്തില്ല. ഇതൊരു ഡോക്ടറിനൽ പഠനമല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ മുതൽ നമ്മൾ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം, എങ്ങനെ കർത്താവിനെ സേവിക്കണം, ഒരു പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കുവാൻ, ഒരിക്കലെങ്കിലും അതിനെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതിന് പ്രകാരം നമ്മുടെ ജീവിതമൊക്കെ ക്രമീകരിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. 12ാമത്തെ അധ്യായം ഞാൻ അതിന്റെ പ്രാരംഭ ഭാഗങ്ങൾ മുതൽ ഒന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ 10ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാം.
12-ാമത്തെ അധ്യായം 1 മുതൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച ദൈവകൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലാതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം, വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോട്, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഞാൻ അവിടെ ഒന്ന് നിർത്തിയിട്ട് മടങ്ങി വരാം. 12-ാമത്തെ അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 12-ാം അധ്യായം 1-ാം വാക്യം. അവിടെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ റോമാലേഖനം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഡോക്ട്രിനൽ ആൻഡ് പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ബുക്കിനെ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്ന് അറിയപ്പെടുന്നത്. ഡോക്ട്രിനും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നാം പ്രാക്ടിക്കലി എങ്ങനെ ജീവിക്കണം എന്നും പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ്. 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ ഡോക്ട്രിനൽ വശങ്ങളാണ് പറയുന്നത്. 12 മുതൽ 16 വരെ പ്രാക്ടിക്കലി എങ്ങനെ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കാൻ കഴിയും, എങ്ങനെ നമ്മൾ ജീവിക്കണം, നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് എങ്ങനെ ആയിരിക്കണം, നമ്മളോട് തന്നെ എങ്ങനെ ആയിരിക്കണം, നാം ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം, വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഒക്കെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ഇവിടെ 1 മുതൽ 11 വരെ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതിന്റെ ഒരു ഓവർവ്യൂ 1 മുതൽ 3 വരെ പറയുന്നത് എന്താ പറയുന്നത്, ഡോക്ട്രിൻ ഓഫ് സിൻഫുൾ ഹ്യൂമാനിറ്റി. അതായത് പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ, ഡോക്ട്രിൻ ഓഫ് സിൻഫുൾ ഹ്യൂമാനിറ്റി, അതായത് മാനവരാശി, പാപത്തിലായിരിക്കുന്ന മാനവരാശിയോടുള്ള ദൈവത്തിന്റെ ആ ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അവരോടുള്ള ആ തീരുമാനം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അവിടെ ഒരുത്തരു പോലും നീതിമാനായിട്ടില്ല, എല്ലാവരും പാപത്തിലായിപ്പോയി, എല്ലാവരും പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഒരു കോടതി ഭാഷയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന് മുൻപിൽ എല്ലാവരും കൊള്ളരുതാത്തവരാണ്, എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. അതിനാണ് ഡോക്ട്രിൻ ഓഫ് സിൻഫുൾ ഹ്യൂമാനിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 മുതൽ 8 വരെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, കൃപയാൽ വിശ്വാസം മൂലം നീതീകരണം എന്ന് പറയുന്ന ഒരു ദൈവിക ഉപദേശമാണത്. ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം നീതീകരണം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലൊക്കെ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പിതാവായ ദൈവത്തോട് നമ്മളെ റിക്കൺസൈൽ ചെയ്തിരിക്കുകയാണ്. നമ്മളെ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ യേശു ക്രിസ്തുവിനോട് നമ്മെ നിരപ്പിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ അങ്ങനെ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് 5-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം പഠിപ്പിക്കുന്നത്. 8-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. 9-ാമത്തെ മുതൽ 11-ാമത്തെ അധ്യായം വരെ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ഇസ്രായേലാണ്. യഹൂദനുമായിട്ടുള്ള ആ ദൈവിക ഉപദേശം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ദൈവം യഹൂദനെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം യഹൂദനെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. ചർച്ച്, അതായത് ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചർച്ച് ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇന്ന് നാം ആത്മീക ഇസ്രായേൽ അല്ല.
ഇതെല്ലാം ആ വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 9, 10, 11 അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നാം അല്ല ആത്മീക ഇസ്രായേൽ, അവര് ഇസ്രായേലാണ്. ചർച്ച് ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അവരുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മെ ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്നിരുന്ന പാപ പങ്കിലത്തുമായി കിടന്നിരുന്ന നമ്മളെ കർത്താവ് ചേർത്തുവെങ്കിൽ അവരെ യഥാർത്ഥ ദൈവജനത്തെ ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും എന്ന് പറയുന്ന അധ്യായങ്ങളാണ് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. ഡോക്ട്രിൻ ഓഫ് ഇസ്രായേൽ എന്ന് പറയും. ഇവിടെ ഈ 11ാമത്തെ അധ്യായം വരെ അതിന്റെ ആ 11ാമത്തെ അധ്യായത്തിൽ ഞാൻ അതോടെ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 11ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? അവര് ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ പരാജയമായത് അതിന്റെ ക്ലാരിഫിക്കേഷനായി ഈ വാക്യത്തിൽ പറയുന്നത്. നാം വിചാരിച്ചിരിക്കുന്നത് ദൈവം അവരെ തള്ളിക്കളഞ്ഞു, അവരെ വിട്ടുകളഞ്ഞ ആ സ്ഥാനത്തേക്ക് നമ്മളെ ചേർത്തു, അങ്ങനെ നാം ആത്മീക ഇസ്രായേലായി മാറി, നാം കനാൻ വാഗ്ദത്ത കനാനെ നോക്കി നാം ഓടിക്കൊണ്ടിരിക്കുന്നു, അവരോട് പറഞ്ഞ കൽപ്പനകളും വാഗ്ദത്തങ്ങളും ഒക്കെ നമുക്കുള്ള വാഗ്ദത്തങ്ങളും കൽപ്പനകളുമായി എന്നൊക്കെ നാം വിചാരിച്ചിരിക്കുക. അതൊരു അട്ടർ നോൺസെൻസ് ആണ്, ഒരു ബ്ലണ്ടർ ആണത്. ഇത് ദൈവം ഈ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യമാണ് ഈ അധ്യായങ്ങളിൽ കൂടെ പറയുന്നത്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ദൈവം അവരെ ചേർക്കും. ദൈവവും അവരുമായിട്ടുള്ള പദ്ധതി അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കത് കയറി ഏറ്റെടുക്കാൻ കഴിയത്തില്ല. നമ്മൾ അവരുടെ സ്ഥാനത്താകത്തില്ല. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം അവർക്കുള്ളതാണ്, അവരോടുള്ള ഡോക്ട്രിനാണ്, അവരോടുള്ള കൽപ്പനകളാണ്. അത് ദൈവം നിവർത്തിക്കും. വഴിയിൽ വെച്ച് ദൈവം അവരെ ഇട്ടേച്ച് പോകത്തില്ല. ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാ. കാര്യം അവരുടെ അതിക്രമം ദൈവത്തിന് സഹിക്കാതായി കഴിയുമ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ദൈവം അവരെ പ്രവാസത്തിലേക്ക് ഓടിച്ചിട്ടുണ്ട്, മിസ്രൈമിലേക്ക് ഓടിച്ചിട്ടുണ്ട്, അസീറിയൻ പ്രവാസത്തിലേക്ക് ഓടിച്ചിട്ടുണ്ട്, ബാബിലോനിയ പ്രവാസത്തിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഉലകം മുഴുവൻ അവരെ ചിതറിച്ച് കളഞ്ഞിരിക്കുക. അതെല്ലാം നടന്നിട്ടുണ്ട്. ദൈവം അവരോട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് അവരും ദൈവവുമായിട്ട് 1-to-1 ഉള്ള ഇടപാടാണ്. അതിനകത്തിൽ നമ്മൾ കയറി ഇടപെട്ടിട്ട് അവരുടേത് പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ഒരു പോളിസിയാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. നമ്മൾ കയറി അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ നമ്മുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുക. യു ഹാവ് നോ റൈറ്റ് ടു ഡു ദാറ്റ്. നമ്മൾ അതിന് യോഗ്യരല്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. വളരെ ക്രിസന്റത്തെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു ഉപദേശം അത്. കാട്ടൊലിവായിരുന്നു, നമ്മളെ വെട്ടി നല്ലൊലിവായി ഇസ്രായേലിൽ ചേർത്ത് ഒട്ടിച്ചു. അങ്ങനെ നമ്മൾ ആ ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുവാനിടയായി എന്നുള്ള ആ ഒരു തെറ്റായ പഠിപ്പിക്കൽ ഇന്ന് 98% ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്ന അതാ. അവരറിയാതെ തന്നെ ഇങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് തിയോളജിയുടെ ഭാഗവാക്കായി തീർന്നിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് കാരണം ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിയൻ അല്ലയോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ് ഞാൻ. ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ഇസ്രായേലിയനാ. പോൾ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഒന്നാന്തരം ഇസ്രായേലിയനാ. എന്നെ ദൈവം അനുഗ്രഹിച്ചത് കണ്ടോ? ദൈവം അങ്ങനെ ഇസ്രായേലിനെ വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല. ദൈവം അവരെ കൂട്ടിച്ചേർക്കും. ദൈവം മുന്നറിഞ്ഞിട്ടുള്ളവർ തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിന് ഒരു ശേഷിപ്പ് എക്കാലത്തുമുണ്ട്. ഈ കൂട്ടത്തിൽ നിന്നുമുണ്ട്, യഹൂദന്റെ കൂട്ടത്തിൽ നിന്നുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് 1/3 ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിട്ടുണ്ട്. അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. അവർ കഠിന ശോധനയിൽ കൂടി കടന്നു പോകും. പൊന്ന് ഊതി കാച്ചുന്നത് പോലെ അവരുടെ വിശ്വാസം ശോധനയിൽ കൂടി കടന്നു പോകും. അവരെ ദൈവം വിളിച്ചു വേർതിരിക്കും. ആ ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? ഒരു ശേഷിപ്പ് എക്കാലത്തും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 9 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഇസ്രായേൽ ആണ് എന്ന് ഓർപ്പിച്ച് ആമുഖമായിട്ട് ഞാൻ ഓർപ്പിക്കുക. മൊത്തത്തിൽ ഈ ഒരു പുസ്തകത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 മുതൽ 3 വരെ റാത്ത് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ആ കോപം. ദൈവത്തിന് എത്രമാത്രം കോപം അവരുടെ മേൽ ചൊരിയാമായിരുന്നു ഈ ലോകത്തിന്റെ മേൽ. നോഹയുടെ കാലത്ത് ദൈവം ആ ജലപ്രളയം ഉണ്ടാക്കി സകല ജനവും 8 പേരൊഴികെ ബാക്കി എല്ലാം ആ ജലപ്രളയത്തിൽ മുങ്ങി മരിച്ചു പോയതുപോലെ ഈ കാലഘട്ടത്തിൽ സകലത്തെയും കൊന്നു കളയാൻ പാകത്തിന് ഒരുത്തൻ പോലും ഇല്ല, നീതിമാൻ ഇല്ല എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ കൂടി നമ്മളെ പഠിപ്പിച്ചിരിക്കുക. അതാണ് ദ റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അധ്യായങ്ങൾ. 4 മുതൽ 8 വരെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലെ ഉദിച്ചിരിക്കുക. അങ്ങനെ കർത്താവ് മാനവരാശിക്ക് വേണ്ടി തന്നെ താൻ യാഗമാക്കി ആ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങുകയും അതിലെ വിശ്വാസത്താൽ നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന പദ്ധതി പഠിപ്പിച്ചിരിക്കുക. 4 മുതൽ 8 വരെ ഗ്രേസ് ഓഫ് ഗാഡ്. അത് കഴിഞ്ഞ് 9, 10, 11 അധ്യായത്തിൽ പ്ലാൻ ഓഫ് ഗാഡ്,
ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, കർത്താവ് യഹൂദിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയെ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കുക. പ്ലാൻ ഓഫ് ഗോഡ്. അതിന്റെ അവസാനമായിട്ട് 12 മുതൽ 16 വരെ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതം എന്താണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് റോമാലേഖനത്തെ തിരിച്ചിരിക്കുന്നത്. ഇതിനോടകം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം, പല ആവർത്തി നമ്മൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ പാപിയായിരുന്നു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ശേഷം ഉണ്ടായിരുന്ന ഒറിജിനലി യഹൂദന് കൊടുത്തിരുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് അവർക്കില്ല, അവർ കൈവിടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും, അത് ദൈവത്തിന്റെ പ്ലാനാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള നമ്മൾ എങ്ങനെ ദൈവഹിത പ്രകാരം ജീവിക്കണം എന്നുള്ള പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് തുടങ്ങിയത്. അവിടെ പറയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇവിടെ സഹോദരന്മാരെ തുടങ്ങുന്നത് ആക്ച്വലി അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറയേണ്ടതാണ്. അവിടെയുള്ള അതുകൊണ്ട് സംഭവം മലയാളം ട്രാൻസ്ലേഷനിൽ മിസ്സിങ്. മലയാളം ട്രാൻസ്ലേഷനിൽ അങ്ങനെ പല കാര്യങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതുപോലെ തന്നെ വലിയ ഒരു മിസ്റ്റേക്ക് നിങ്ങളെ കാണിച്ചിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മലയാളം ബൈബിളിൽ പല കാര്യങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുകയും ഷോർട്ടൺ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ കാണിക്കാം, മുന്നോട്ട് പോയിൽ ഞാൻ കാണിക്കാം. അതുകൊണ്ടാണ് ഒരു ഡോക്ടറിനലി ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ക്ലാരിറ്റി കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ KJV is the authorized ബൈബിൾ. ഇന്ന് നിലവിലുള്ളതിലെ ദൈവത്തിന്റെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് കിങ് ജെയിംസ് വേർഷൻ ബൈബിളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് I beseech you therefore. ആ therefore എന്നുള്ള വാക്ക് അവിടെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് വേണം തുടങ്ങാൻ. എന്തുകൊണ്ടാണ് ഈ 12-ാമത്തെ അധ്യായം തുടങ്ങുക? അതുകൊണ്ടെന്ന് പറയാൻ കാര്യം, ഈ 1 മുതൽ 11 വരെ പഠിപ്പിച്ചു വന്ന കാര്യങ്ങൾ കൊണ്ട് അത്രമാത്രം ഡീപ്പായിട്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കി തന്നിരിക്കുക. അതുകൊണ്ട് ഓരോ ഡോക്ടറൽ കാര്യങ്ങളും പോൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു അതുകൊണ്ട് കാണാം, therefore എന്ന് കാണാം. കാര്യം അതിന് മുമ്പായിട്ട് അതിന്റെ ബേസിക്സ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യേണ്ടതെന്ന് പറയുക. ഫോർ എക്സാമ്പിൾ 2-ാമത്തെ അധ്യായം നോക്കിക്കുക, അതിന് 1-ാമത്തെ വാക്യം കണ്ടില്ലയോ? അവിടെ പറയാ അതുകൊണ്ട് മലയാളത്തിൽ കണ്ടില്ല, അതുകൊണ്ടെന്ന് അവിടെ തുടങ്ങാം. വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. കാര്യം എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയിരിക്കുക. അതുകൊണ്ട് നിനക്ക് അങ്ങനെ വിധിക്കാനുള്ള ന്യായമായ യോഗ്യതയില്ല എന്ന് പറഞ്ഞു വരുന്ന ഭാഗത്താണ് അതുകൊണ്ട് ചേർത്തിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കിക്കുക. അവിടെ പറയാണ്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇവിടേക്ക് അതുകൊണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, പ്രത്യേകതയുള്ളതാണ്. അതിന് മുന്നിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായി പറയുന്നത്. അതുകൊണ്ട് therefore by the deeds of the law there shall no flesh be justified. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. 5-ാം അധ്യായം നോക്കിയേ, അതിന്റെ തുടക്കം ആക്ച്വലി 1-ാമത്തെ വാക്യം അതുകൊണ്ടെന്ന് പറഞ്ഞു വേണമായിരുന്നു, പക്ഷെ അത് മലയാളത്തിൽ ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മലയാളത്തിലില്ല. നേരെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്ന്. അങ്ങനല്ല. therefore ഇംഗ്ലീഷ് ഉണ്ടല്ലോ, therefore അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ആ therefore. therefore being justified by faith. ഇവിടെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ 8-ാം അധ്യായം നോക്കി, 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും അതുപോലെ തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ അതുകൊണ്ടിന് വളരെ പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുക. there is therefore now no condemnation to them which are in Christ Jesus. ഇത് പോളിന്റെ ഒരു ശൈലിയാണ്. അതിനു മുൻപായിട്ട് പല കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന പോലെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെ ഉറപ്പിക്കുന്ന ഒരു രീതി. ഇവിടെയും അങ്ങനെയാണ് ആക്ച്വലി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറയേണ്ടതായിരുന്നു, പക്ഷെ മലയാളം ബൈബിളിൽ അതുകൊണ്ട് എടുത്തു മാറ്റിയിരിക്കുക. I beseech you therefore brethren. ആ therefore അവിടെ വേണ്ടിയിരുന്നതാണ്. Brethren, by the mercies of God, that ye present your bodies a living sacrifice, wholly acceptable unto God, which is your reasonable service. നിങ്ങൾ എങ്ങനെ ദൈവത്തെ സേവിക്കണം, എങ്ങനെ കർത്താവിനെ ആരാധിക്കണം, നിങ്ങൾ വിശുദ്ധിയിലും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എങ്ങനെ നിങ്ങളെ സമർപ്പിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. 12 മുതൽ 16 വരെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. അതാണ് ഈ ഭാഗത്തെ വിഷയം എന്ന് പറയുന്നത്. നാം നിത്യതയിലായിരിക്കുക, നാം നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ എത്ര പേർക്ക് അതിലുള്ള ഉറപ്പും ധൈര്യവും ഉണ്ട്? നിങ്ങൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപായിട്ട്, അതായത് നമ്മുടെ ഈ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, UPS പവർ സപ്ലൈ ഉണ്ടല്ലോ, എന്താ നമ്മൾ പറയുന്ന, നമുക്ക് ഇതുണ്ടല്ലോ
അതുപോലെ ആ സ്വിച്ച് ഓവർ ചെയ്യുന്ന നമ്മൾ ആ ഒന്ന് ബ്ലിങ്ക് നമ്മൾ അറിയത്ത് പോലുമില്ല എന്ന് പറഞ്ഞതുപോലെ നാം ഇവിടുന്ന് മരിക്കുക, നമ്മുടെ ശരീരത്തെ വെട്ടി പ്രാണനും ആത്മാവും വേർപെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുക. നമ്മൾ ഒരിടത്തും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മൾ എങ്ങും ഒരു ഇരുട്ടറയിൽ തള്ളപ്പെടുകയോ നമ്മളൊന്നും അറിയാത്തവരായിട്ട് ഏതോ ഒരു എന്താ പറയുന്നത് ഒരു സ്ഥലത്ത് നമ്മളെ ആക്കുകയൊന്നുമല്ല. നാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെത്ത്, ദ മൊമെന്റ്, ഫ്യൂ സെക്കൻഡ്സ്, ആ ഒരു മില്ലി സെക്കൻഡ്സിനകത്ത് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുക. നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. അതിനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ റോമാലേഖനം 6, 7, 8 അധ്യായമൊക്കെ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുക. നാം ഇന്ന് ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിൻ നാള് വരെ, അതായത് കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന നാള് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണ ദിവസം വരെ ജീവിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനുള്ള ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ഈ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുക. നമുക്ക് ഇങ്ങനൊരു അവസരം പിന്നെ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവായാൽ അല്ല നാം ഇവിടുന്ന് മാറ്റപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമായി, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇങ്ങനൊരു അവസരം ലഭിക്കത്തില്ല. ഈ ജഡത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ അവസരം ലഭിക്കുന്നത്. അന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു അവസരം കൂടെ കർത്താവെ എനിക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൊതിക്കും. ഇന്ന് നമ്മളെ ഇവിടെ ദൈവം ആക്കിയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഈ അധ്യായങ്ങളിൽ കൂടെ പഠിപ്പിക്കുകയാണ്. അത് നമ്മളൊന്ന് ശാന്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ടതായിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ വളരെ അല്പം കൂടെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇന്ന് കഴിവെങ്കിൽ 12ഉം 13ഉം അധ്യായം പഠിക്കണം. അടുത്ത ആഴ്ചയിൽ അതുപോലെ 1-2 അധ്യായങ്ങൾ വീതം പഠിച്ച് കയറണം. എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് ഇതിന്റെ റിവിഷനും ഒക്കെ നടത്തി അടുത്ത പുസ്തകത്തിലേക്ക് കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഈ ഒരു അധ്യായങ്ങളിലൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ കൊർനെലിയോസ് ആർ സ്റ്റാം എന്ന് പറയുന്ന ഈ 1900-ന്റെ ആദ്യ ദശകങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് കൊർനെലിയോസ് ആർ സ്റ്റാം. ചിക്കാഗോയിലെ ഏറ്റവും വലിയ ബെറിയൻ ബൈബിൾ സൊസൈറ്റി സ്ഥാപിച്ചതൊക്കെ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ റോമാലേഖനത്തെ കുറിച്ച് മാത്രമുള്ള പഠനമാണ് ഞാൻ പലപ്പോഴും ഈ വിഷയം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് റെഫർ ചെയ്യാറുള്ളത്. ഇത് റോമാലേഖനം മാത്രമാണ്. അപ്പം ഇതിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ഇൻപുട്ടുകൾ ഞാൻ വളരെയധികം ബൈബിളുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇതിലെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലെ തീം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സമാധാന പ്രിയരായിരിപ്പീൻ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിലെ ഒരു തീം എന്ന് പറയുന്നത്. 12-ാം അധ്യായത്തിന്റെ തന്നെ നോക്കിയാൽ 12-ാം അധ്യായത്തിന്റെ തന്നെ 18-ാമത്തെ വാക്യം നോക്കിയാൽ നമുക്ക് കാണാം. 18-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമുക്ക് എങ്ങനെ ഒരു മാതൃക ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. സഹോദരങ്ങളോടും നമ്മുടെ സഭയോടും നമ്മുടെ ചുറ്റുപാടുള്ളവരോടും നാം ദൈവത്തോടും ഒക്കെ എങ്ങനെ ഒരു മാതൃകയായ ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് നയിക്കുവാനായിട്ട് കഴിയും. അതിലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ സമാധാനമായിരിപ്പീൻ എന്ന് പറയുന്നത്. 12-18 കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. 14-ാം അധ്യായം നോക്കിയേ, അതിന്റെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാം. 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം കൂടെ കാണിക്കാം. അവിടെ പറയുന്നുണ്ടല്ലോ, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാക്യങ്ങളായത്. കാര്യം നമ്മുടെ ഇടയിൽ സമാധാനം വന്നു കഴിയുമ്പോൾ തന്നെ ഒരാത്മീക സന്തോഷം വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമാധാനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുന്നവരായിരിക്കും. ഇതിലെ ഒരു തീം ഇതാണ് ഈ പുസ്തകങ്ങളിലെ. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, പൊതുവെ ജപ്പാനിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സമാധാനത്തോടെ ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഒത്തിരിയും ജനത്തെ നമുക്ക് കാണാൻ കഴിയും. വേറൊരു കൺട്രിയിലും ഇത്രമാത്രം ജനത്തിരക്ക് ഞാൻ ഇന്ത്യ ഒഴിച്ചിട്ട് വേറെ എങ്ങും കണ്ടിട്ടില്ല. ജപ്പാനിലെ ടോക്കിയോയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ
ആയിരക്കണക്കിന് ആൾക്കാർ. ഇപ്പൊ മാരാമൺ കൺവെൻഷൻ കോഴഞ്ചേരിയിൽ മാരാമൺ നടക്കുക, കൺവെൻഷൻ ആള് നടക്കുന്ന മാതിരിയാണ് റോഡിൽ ജംഗ്ഷനിലൊക്കെ നമ്മൾ ആൾക്കാരെ കാണുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാ. എത്രയോ മെട്രോ സ്റ്റേഷനുകളും ട്രെയിനുകളും ഒക്കെ അങ്ങനെ ഓരോ സെക്കൻഡുകൾ, ഓരോ മിനിറ്റുകളിലും അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. നിറയെ എല്ലാവരും ഓഫീസിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യാത്ര ചെയ്യുന്നവരും ജോലിയോടുള്ള ബന്ധത്തിൽ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ അടക്കിയത് മാതിരിയാണ് ഈ മെട്രോയിലൊക്കെ കയറി നിൽക്കുന്നത്. മെട്രോയിലും മറ്റുള്ള ട്രെയിനുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലും പബ്ലിക് പ്ലേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാം. ഒരു ലിഫ്റ്റിലെ ഒക്കെ സൈലൻസ് എന്ന് പറയുന്നത് എന്താ ഒരു സൈലൻസ് എന്നറിയാം. ഒരുത്തർക്കും ആരോടും ഒരു പ്രശ്നമില്ല. ആരോടും ഒരു വഴക്കുണ്ടാക്കുന്നതായിട്ട് ഒരു വഴക്കോ പ്രശ്നങ്ങളോ വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുക, ഇങ്ങനൊന്നും ഒരു വിഷയമേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി നാളുമായിട്ട് ഞാൻ ജാപ്പനീസുമായിട്ട് ജോലി ചെയ്യുകയും അവരോടുള്ള ബന്ധത്തിലായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെ, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യം, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പലയിടങ്ങളിലും എഴുതി വരുന്ന ഒരു മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ട്രെയിനിലൊക്കെ എഴുതി വരുന്നത് ബി എ പീസ് മേക്കർ റാദർ ദാൻ ബീങ് റൈറ്റ്. അതായത് നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾ നിങ്ങളുടെ വശം ശരിയാണെന്ന് വാദിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഭാഗം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ ആ ശരിയാണെന്നുള്ളത് വാദിച്ച് തെളിയിക്കാൻ പോകുന്നിടത്ത് ഒത്തിരി അസമാധാനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുൻതൂക്കം കൊടുക്കാതെ സമാധാനം ഉണ്ടാക്കുവാൻ മുൻതൂക്കം കൊടുക്കുവാനാണ് പറയുന്നത്. ബി എ പീസ് മേക്കർ റാദർ ദാൻ ബീങ് റൈറ്റ്. ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു തീമാണ് ഇവിടെ ഈ അധ്യായത്തിലും ഒക്കെ പറഞ്ഞു വരുന്നതിന്റെ ബേസിക് ഇതാണ്. നമുക്ക് നിങ്ങളിൽ കഴിയുന്നതിലും ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഇപ്പൊ നമ്മുടെ വശത്താണ് അതിലെ ശരിയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കാൻ. നമ്മളത് എൻ്റെ വശത്താ ശരി, ഞാൻ പറഞ്ഞതാണ്, ഞാൻ പിടിച്ചിരിക്കുന്നതാണ് കറക്റ്റ്, അവർക്ക് എങ്ങനെ നമുക്കിങ്ങനെ പറയാൻ പറ്റും? അതിപ്പോ ഞാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഞാൻ പോയിട്ട് അത് വാദിക്കും, ഞാനത് തെളിയിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് സംബന്ധമായിട്ട് ആവശ്യമില്ലാത്ത ഒത്തിരിയും പ്രശ്നങ്ങളും ഒത്തിരിയും വിരോധികളെയും ഒക്കെ സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ വശത്താണ് ശരിയെങ്കിലും ഇത് ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ വശത്താണ് ശരിയെങ്കിലും അത് അസമാധാനം ഉണ്ടാക്കാൻ പോകുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. ഒരു ദൈവ പൈതൽ അങ്ങനെ ആയിരിക്കണം. കഴിയുന്നതും ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ ശ്രമിക്കുക. ഈ 12 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതിൽ ഒരു പ്രധാന തീമാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യം. ഒരു ക്ലിയർ എക്സാമ്പിളായി ജാപ്പനീസ് ജനം അവരുടെ ഒരു രീതി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ നമുക്കും ആകാൻ പറ്റും. പക്ഷെ അതുപോലത്തെ ഒരു സംഗതി നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലോ ആണെന്നുണ്ടെങ്കിൽ ഇടിനാശം വെള്ളപ്പൊക്കം എല്ലാം ഉണ്ടാകും. ഇല്ലാത്ത വഴക്കും ബഹളവും കാണത്തില്ല. ഭയങ്കര ബഹളങ്ങളും അടിയും ആവശ്യമില്ലാത്ത സംസാരങ്ങളും ഒച്ചവെപ്പും ബഹളവും ഒക്കെ കാണും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിന് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി, പക്ഷെ എന്നിരുന്നാലും സമാധാനം ഉണ്ടാക്കുന്ന രീതിയിൽ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാര്യം അതായിരിക്കണം ഇതിന്റെ മേലെ നിൽക്കുന്നത്. അതിപ്പം നമ്മുടെ ഓഫീസിലാണെങ്കിലും ശരി, നമ്മുടെ പബ്ലിക് പ്ലേസസിലാണെങ്കിലും ശരി, നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ശരി, നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ശരി, എല്ലാ മേഖലകളിലും ഇത് ആപ്ലിക്കബിൾ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് വീട്ടിലെയും നാട്ടിലെയും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നിടത്ത് എല്ലാ മണ്ഡലങ്ങളിലെയും ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ദൈവ സ്നേഹത്തിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ അതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം എന്ന് ഞാൻ ഈ വചനത്തിൽ കൂടി ഓർപ്പിക്കുകയാണ്. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും എന്നുള്ള ഒരു വിഷയം 12ാമത്തെ വാക്യത്തിലേക്ക്, അതിന്റെ 1ാമത്തെ വാക്യം നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ മനസ്സലിവിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ ആ മനസ്സലിവിനാൽ നമ്മളെ ഓൾറെഡി വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുക. നമ്മളെ അവന്റെ രക്തത്താൽ വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുക. നമ്മൾ അങ്ങനെ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. നമ്മളെ കർത്താവിന്റെ രക്തത്താൽ അവന്റെ ആ വിശ്വാസത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പറയാം, ഐ കമാൻഡ് യു, ഞാൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിട്ടും ഇത്രയുമായിട്ടും 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചതാ. ദൈവത്തിന്റെ ആർദ്രത, ദൈവത്തിന്റെ ആ കരുണ, ദൈവം എങ്ങനെ നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളത് നമ്മളെ നിത്യജീവനിലാക്കി വെച്ചിരിക്കുക.
വരും കാലങ്ങളിൽ ആ കൃപയുടെ അത്യന്ത ധനം എന്തെന്ന് കണ്ട് സന്തോഷിക്കുന്ന ലെവലിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക. എന്നിട്ടും നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുമ്പോൾ എത്ര ആർദ്രതയോട് ആ വാക്യം അവതരിപ്പിക്കുന്നത് നോക്കിയേ സഹോദരന്മാരെ. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ പ്രബോധനമാണ്. ഐ കമാൻഡ് യു എന്ന് പറയേണ്ടത്. നമ്മളായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിനക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിരിക്കുകയാണ്, ഈ പദവിയിലൊക്കെ നിങ്ങൾ ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിന്നോണമെന്ന് പറയേണ്ടിടത്താണ് ഞാൻ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ സ്നേഹിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങൾ ആസ് എ ഹോൾ, നിങ്ങൾ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയുള്ള ഒരു യാഗമായിട്ട് സമർപ്പിപ്പീൻ എന്ന് പറയുക. ഹല്ലേലൂയ. ശരീരങ്ങളെ മാത്രം സമർപ്പിച്ചാൽ മതിയോ? തീർച്ചയായിട്ടുമല്ല. ശരീരങ്ങളെ എന്ന് മാത്രം അവിടെ പറയുന്നുവെങ്കിലും ശരീരങ്ങളെ മാത്രമല്ല, നമ്മളെ തീർച്ചയായിട്ടും ആത്മാവും പ്രാണനും, തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്കറിയാം, ആത്മാവും പ്രാണനും ശരീരവും എല്ലാം ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 23-ാമത്തെ വാക്യം അവിടെ പറയാ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതെല്ലാം വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ ഇതിലേക്ക് ഞാൻ വീണ്ടും പറയുകയാണ്. അവിടെ നമ്മളെ പ്രബോധിപ്പിക്കുക. അങ്ങനെ പ്രബോധിപ്പിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം നാം നീതീകരിക്കപ്പെട്ടിരിക്കുക. അതിന് നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. നമ്മളെ അങ്ങനെ നീതീകരണം നമുക്ക് ലഭിച്ചിരിക്കുക. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുക. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഭാഗമായി തീർന്നിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതിനെ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്നൊന്നുമല്ല. ഇതെല്ലാം ഡൺ ഡീലാണ്. എല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുക. നിങ്ങൾ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ യുഗായുഗങ്ങൾ സകല സൗഭാഗ്യങ്ങളോടും കൂടി അവന്റെ കൂട്ടവകാശികളായി സ്വർഗത്തിൽ വാഴുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുക. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് 100 കണക്കിന് അനുഗ്രഹങ്ങൾ, ഞാനിപ്പോ ഒരു 3-4 ലിസ്റ്റ് ഡൗൺ ചെയ്തു, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ 100 കണക്കിന് അനുഗ്രഹങ്ങൾ കണ്ട് നമ്മുടെ നിത്യത മുഴുവനും കർത്താവിനെ സ്തുതിച്ചാലും നമുക്ക് മതിവരാത്ത രീതിയിൽ ദൈവം അതുപോലുള്ള ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ നിറച്ച് സ്വർഗത്തിലാക്കി വെച്ചിരിക്കുക. നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടണമെന്നല്ല. ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. ഓൾറെഡി നിങ്ങളുടെ കണ്ണ് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കടക്കുക. അതുകൊണ്ട് പറയുക സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങൾ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുക, ഇന്ന് ഇവിടുന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചേരുക. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ എന്ന് പറയുക. ഇതുകൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തതും എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഉലക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാൻ കാര്യമില്ല. ഈ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം നോക്കി കഴിഞ്ഞാൽ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലോകത്തിന്റെ ട്രെൻഡിനനുസരിച്ച്, ഇവിടുത്തെ രീതിക്കനുസരിച്ച് നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്ത് ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകമെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിത്യം ജീവിക്കാനുള്ളവരല്ല. ഇവിടെ ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ പറയുന്നത് കണ്ടോ. പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി ഈ ദുഷ്ടലോകത്തിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ദുഷ്ടലോകത്തിൽ നിന്ന് പാപങ്ങൾ നിമിത്തം കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് പകരമായി ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ ഇവിടെ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിച്ചിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിന് വീണ്ടും തിരിച്ചു മടങ്ങിപ്പോയി അനുരൂപരാകാതെ ഈ ലോകത്തിന്റെ പുറകെ ഓടുന്നവരായി തീരാതെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുവാൻ പറയുക. ഇതെല്ലാം നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നതാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം.
അനുദിനം രൂപാന്തരം എന്ന് പറയുമ്പോഴത്തേന് ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിൽ ഇരുന്നതിനെ ഒന്ന് പ്രാർത്ഥിക്കും, പിന്നെ വൈകിട്ട് എന്തൊക്കെയോ ഒന്ന് പറയുന്നു, കർത്താവെ നീ എല്ലാം അറിയുന്നു, മാത്തിനിതാ മലക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് മലക്കുകയാണ്. അതല്ല ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനല്ല. നമ്മൾ കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് നമ്മളെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അനുദിനം കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് 3-ാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാമത്തെ വാക്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ പറയുന്നുണ്ടോ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവിനെ പോലെ ഈ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അവനെ കണ്ണാടി പോലെ കർത്താവിന്റെ ആ തേജസ്സിന്റെ മുമ്പിൽ ഒരു കണ്ണാടി പിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രതിബിംബിക്കും, അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, അതുപോലെ നാമും കർത്താവിന്റെ ആ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായിട്ട് അനുദിനം നമ്മൾ വളർന്നു വരുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഓരോ ദിവസവും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമ, അതായത് കർത്താവിനെ പോലെ ദൈവം അതുപോലെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ ഒരു രൂപാന്തരം പ്രാപിക്കുന്നതിനെ കുറിച്ചാ പൗലോസ് അപ്പോസ്തലൻ ഇവിടെയും പറയുന്നത്. 12:2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ കൊലോസ് ലേഖനത്തിലും ഇതൊക്കെ തന്നെയാ പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ലേഖനത്തിൽ മാത്രം തനിക്ക് അങ്ങനെ ഒരു നിയോഗം കിട്ടി എഴുതിയിരിക്കുകയല്ല, എല്ലായിടത്തും ഇതേ തീമാണ് എല്ലാ വിഷയത്തിലും ഈ 13 ലേഖനത്തിലും പറയുന്നത്. കൊലോഷ്യൻസ് 3:8 കണ്ടോ, ഇപ്പോഴോ നിങ്ങളെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഭാഗങ്ങളായിരുന്നില്ല. അന്യോന്യം ഫോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളയുക. അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുക പഴയ മനുഷ്യനെ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുക. എങ്ങനെ പുതിയ മനുഷ്യനായി? പുറത്തെ മനുഷ്യന് വല്ല വ്യത്യാസവും വന്നു? പുറത്തെ മനുഷ്യനൊരു വ്യത്യാസവും വന്നിട്ടില്ല. എന്നാൽ അകത്തെ മനുഷ്യനിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. അകത്തെ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുകയാണ്. അതിന്റെ റിഫ്ലക്ഷൻ പുറത്തെ മനുഷ്യനിൽ കാണുവാനായിട്ട് കഴിയും. പുറത്തെ മനുഷ്യനെ അകത്തെ ഉണ്ടായിരിക്കുന്ന ആ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറിയിരിക്കുക, ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയിരിക്കുക. അത് എല്ലാ നിലകളിലും റിഫ്ലക്റ്റ് ആവണം. നമ്മുടെ സംസാരത്തിലും നമ്മുടെ വാക്കിലും നോക്കില് കൊടുക്കുവാങ്ങലുകളിലെ ഇടപാടുകളില് പോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നുവല്ലോ. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പീൻ എന്ന് പറഞ്ഞു വരിക. 2-ാം വാക്യം. അതിന്റെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 12-ാമത്തെ വാക്യം നോക്കിയാൽ അവിടെ പറയുന്നുണ്ടല്ലോ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഇവിടെ അല്ല, ഈ അന്യോന്യം എന്ന് പറയുന്ന വാക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെയും ജീവിച്ച് അങ്ങ് കാലം തികച്ച് പോവുക എന്നുള്ളതല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. നമ്മളോട് കൂടെ ഉള്ള കൂട്ടു സഹോദരങ്ങളുണ്ട്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ നമ്മൾ വിശേഷാൽ അവരെ കരുതിക്കൊള്ളുവീൻ. അവരെ നമുക്ക് ഉലകത്തിൽ വേറെ എന്ത് ചെയ്യുന്നതിനേക്കാളും ദൈവ സഭയിലുള്ള നമ്മളോട് ചേർത്താക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീർത്തിരിക്കുന്ന മറ്റു കൂട്ടു സഹോദരങ്ങളെ കരുതിക്കൊള്ളുവീൻ. സഹോദര പ്രീതി എന്ന് പറയുന്നത് ആ സഹോദരന്മാരുടെ ഉള്ള പ്രീതിയാണ്. അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ, അവരുമായിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ഉണ്ടാക്കാതെ, അവര് തമ്മിൽ ആശയങ്ങൾ പറഞ്ഞ് തെറ്റിത്തിരിഞ്ഞ ഒരാൾ മറ്റൊരാളോട് വർത്തമാനം പറയാത്ത രീതിയിൽ നടക്കുന്നതിനിടയായി തീരാതെ ആ സഹോദരങ്ങൾ തമ്മിൽ, സഭയിലുള്ളവർ തമ്മിൽ ആ വിശുദ്ധ ചുംബനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനായി വിശുദ്ധ ചുംബനം കൊടുക്കുന്നത് അറിയാമോ? നമ്മുടെ ഹൃദയവും അവരുടെ ഹൃദയവും കൂടെ ചേർന്ന് മുട്ടുക, ആ വിശുദ്ധ ചുംബനം എന്ന് പറയുന്നത്. ആ ഹൃദയം മറ്റേ ഹൃദയത്തോട് ചേരുക, ആ ഹൃദയ സ്പന്ദനം മനസ്സിലാക്കുന്ന രീതിയിൽ ആ ഹൃദയപരമായ ആത്മാർത്ഥമായ ആ സ്നേഹം പങ്കിടുന്നതിന് പൗലോസ് അപ്പോസ്തലൻ ഇതിന്റെ അപ്പുറത്ത് വേറൊരു രീതി കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവീൻ എന്ന് പറയാൻ കാര്യം. അതുപോലെ നമ്മുടെ സഹോദരങ്ങളോട് ആ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിവുണ്ട്, അതായത് സ്ഥിരമായിരിക്കണം. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് ചിരിച്ചു, പിന്നെ യാതൊരു പരിചയവുമില്ല,
പിന്നെ മിണ്ടത്തില്ല, അങ്ങനെ പോകരുത്. ആ സ്ഥായി കൊണ്ട് സ്ഥിരമായിട്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. മറ്റൊരാളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽപ്പീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. 16-ാമത്തെ വാക്യം, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. അങ്ങനെ പലർക്കും ചില വിചാരമുണ്ട്. അങ്ങനെ വിചാരിക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സഹോദരങ്ങളെ ഒരുപോലെ സ്നേഹിപ്പിൻ. നാം എല്ലാവരും ഈ സഭയുടെ ഭാഗമാണ്. അപ്പൊ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും. ഇവിടെ എല്ലാം കണ്ടില്ലേ, അന്യോന്യം, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്യം. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കുന്നത്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ നമ്മൾ ആ ഒരു സ്നേഹത്തിൽ മുന്നിട്ട് വരുവീൻ എന്ന് ഈ വാക്യങ്ങൾ കൂടെ ഓർപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ 10 കൽപ്പനകൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെയും സാരാംശം എന്ന് പറയുന്നത്. 10 കൽപ്പനയിലെ 5 എണ്ണവും ദൈവത്തോട് നമ്മൾ എങ്ങനെ കടംപെട്ടിരിക്കുന്നു, ദൈവവുമായിട്ട് അതിനെ ഉള്ള കൽപ്പനകളാണെങ്കിൽ അടുത്ത 5 എണ്ണം നമ്മുടെ സഹോദരങ്ങളോടുള്ള കൽപ്പനയാണ്. 5 എണ്ണം വെർട്ടിക്കൽ ആണെങ്കിൽ 5 എണ്ണം ഹോറിസോണ്ടൽ, 10 കൽപ്പനയിൽ തന്നെ. അപ്പം നാം നമ്മുടെ സഹോദരങ്ങളോട് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിലും വിശ്വസ്തരായി ദൈവസ്നേഹത്തോടെ സമാധാനത്തോടെ മുന്നിട്ട് വരുന്നവരായിരിക്കണം എന്ന് ഈ വാക്യങ്ങളിൽ കൂടെ ഓർപ്പിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ പറയാണ്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. പലർക്കും ഉള്ളൊരു പ്രോബ്ലം ഇതാണ്. അവർക്കുള്ളത് ദൈവം തന്നിരിക്കുന്ന കൃപകൾ അല്പമേ ഉള്ളൂ എങ്കിലും അവർ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്നിട്ട് ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. വളരെ സൗമ്യമായിട്ടാണ് അപ്പോൾ ഇത് പറയുന്നത്. ഈ 3-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദ വൺ ബോഡി ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, അതാണ് അതിന്റെ തീം. ഈ ഒരു ദൈവസഭയും അതിലെ മെമ്പേഴ്സ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അവരെങ്ങനെ പ്രവർത്തിക്കണം, ആ ഒരു ചർച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ സഭയുടെ ഭാഗമായിട്ട് ഈ ബോഡിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ കണ്ണ്, കാത്, ചെവി, മൂക്ക്, കൈ, കാല്, ഇതെല്ലാം എങ്ങനെ ഈ ശരീരവുമായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ വേണം ഓരോ വ്യക്തികളും സഭയിൽ പ്രവർത്തിക്കാനെന്ന് പറയുക. കണ്ണൊരിക്കലും കാല് ശരിയല്ല അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ചെവിയാണെങ്കിലും മൂക്കാണെങ്കിലും ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ചേരുന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോരുത്തർക്കും അവരവർക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണമുള്ള വിശ്വാസവും അവർക്കുള്ള അനുഗ്രഹങ്ങളും ദൈവകൃപയും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും പോൾ പറയുന്നുണ്ട് എനിക്ക് ലഭിച്ച ദൈവകൃപ. അതെന്താ എനിക്ക് ലഭിച്ച ദൈവകൃപയും വേറൊരാൾക്ക് ലഭിച്ച ദൈവകൃപയും? ഇതാണ് ദൈവം ആ ദൈവിക വചനത്തെ എത്രമാത്രം തനിക്ക് റിവീലാക്കി കൊടുത്തിട്ടുണ്ട്, തൻ്റെ അറിവിൽ അത് എത്രമാത്രം തനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ അനുസരിച്ച് ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന കൃപ ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം ആ വിഷയത്തെക്കുറിച്ചൊരു റെവലേഷൻ ആത്മാവിനാൽ ലഭിച്ചിട്ടുണ്ടോ അതിനൊത്തവണ്ണം നീ ചെയ്യാനായിട്ട് പറയുക. ഇവിടെ 3 മുതൽ 10 വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. ഞാനതൊന്ന് വായിക്കാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. തിരിച്ച് നമുക്ക് ഇവിടോട്ട് വരാം. എന്നാൽ അടുത്ത വാക്യങ്ങളോടൊന്ന് വായിച്ചു പോകാം. ഒരു ശരീരം, ഞാൻ ഓർത്തത് 12, 13 ഒക്കെ തീർക്കാൻ പറ്റുമെന്ന്, പക്ഷെ അത്രയും പറ്റുന്നില്ല. ഒന്ന് വായിച്ച് ഫാസ്റ്റായിട്ട് പോകാൻ ശ്രമിക്കാം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലാതാനും. ഇതാ ഞാനിപ്പോ പറഞ്ഞത്. ഇതുപോലെ ആ ദൈവസഭ എന്ന് പറയുന്നത് ഒരുത്തരെയും താഴ്ത്തി നിർത്താനോ മാറ്റി നിർത്താനോ പറ്റത്തില്ല. ഏറ്റവും മാനം കുറഞ്ഞവരെന്ന് കാണുന്നതാണ് ഏറ്റവും അത്യാവശ്യം സഭയ്ക്ക്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എല്ലാ അവയവങ്ങളെക്കാളും ഏറ്റവും മാനം കുറഞ്ഞതും നമുക്ക് തോന്നുന്ന അവയവങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് 1 മണിക്കൂർ പോലും ജീവിച്ചിരിക്കത്തില്ല. അതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലാതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡാ. ഒരുത്തർക്കും ഒരാളെ ഇഷ്ടമല്ല, എൻ്റെ ഈ ചെവിക്ക് ഈ ചെവിയെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ മൂക്കിന് എൻ്റെ കണ്ണിനെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരുപോലെ ചേരുമ്പോഴാണ് ആ ഫംഗ്ഷൻ പൂർത്തിയാവുന്നത്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നമുക്ക് ആ ദൈവം തന്നിരിക്കുന്ന റെവലേഷൻ, ആ പരിജ്ഞാനം, ആത്മാവിനാൽ കിട്ടിയിരിക്കുന്ന ആ വെളിപ്പാട്, അതിനൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് എത്രമാത്രം അത് റിവീൽഡ് ആയി കിട്ടിയിരിക്കുന്നു അതിനനുസരിച്ചുള്ള വരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ഇവിടെ ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ
പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവനെങ്കിൽ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ഇതെല്ലാം ഈ ദൈവസഭയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. ചിലരൊക്കെ ഉണ്ട്, ചില സഭകളിൽ, ഞാൻ പല സഭകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ള ആൾക്കാരില്ല. പലയിടത്തൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു മൂത്ത അച്ചായൻ കാണും, ഒരു മൂപ്പൻ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് എൽഡേഴ്സ് കാണും. അവരാണ് ഇതിന്റെ സ്റ്റിയറിംഗെ പിടിച്ചേക്കുന്നത്. അവിടെ ശുശ്രൂഷകൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അദ്ദേഹത്തെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ഇവർ ഒന്ന് രണ്ട് പേരുണ്ടാവും. അവർ പറയുന്ന പോലെ വേണം കാര്യങ്ങൾ അവിടെ നടക്കാൻ. പാട്ട് അവർ പറയുന്നതായിരിക്കണം, സങ്കീർത്തനം അവർ പറയുന്നതായിരിക്കണം, ഇത്ര സമയം പ്രസംഗിക്കണം, ഇന്നിടത്ത് നിന്ന് പ്രസംഗിക്കണം. കംപ്ലീറ്റ് കാര്യങ്ങളുടെയും സ്റ്റിയറിംഗ് അവരുടെ കയ്യിലാണ്. അത് ദൈവസഭയ്ക്ക് ഒത്തിരി ദോഷം ചെയ്യും. അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഉണ്ടാകാനേ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാത് സഭയുടെ നേതൃത്വത്തിനെ അറിയിക്കണം. അവരത് വേണ്ടുന്ന തീരുമാനം അന്നേരം തന്നെ എടുക്കും. അങ്ങനെ ആരും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ കൃപയും ഉദ്യോഗങ്ങളും ഉണ്ട്, അതിലവർ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ദൈവിക മർമ്മം അല്ലെന്നുണ്ടെങ്കിൽ ആ ദൈവകൃപ അത് പങ്കിട്ടതിന്റെ അളവിനനുസരിച്ച് സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു എന്ന് പോൾ പറയുകയാണ്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം, അധികം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ഈ ഭാഗം 8 വരെയുള്ള വാക്യങ്ങള് പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് സഭാ നേതൃത്വത്തിനും ശുശ്രൂഷകന്മാർക്കും ഒക്കെ ഉള്ള വചനമാണ്, ഇത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കുള്ളതല്ല, ഇത് പാസ്റ്റർമാർക്കും ഇത് ലീഡേഴ്സിനും ഒക്കെ എന്നാണ് അവരുടെ പൊതുവെ ഉള്ള ഒരു ധാരണ. എന്നാൽ അങ്ങനല്ല. ഇതെല്ലാ വിശ്വാസികൾക്കും, എല്ലാ മെമ്പേഴ്സിനും ഉള്ള ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്തിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്നാൽ ഇതെല്ലാം പ്രത്യേകിച്ച് ലീഡേഴ്സിന് വേണ്ടിയിട്ടൊന്നും ഉള്ളതല്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 4-5 വാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, ഇത് യുണൈറ്റഡ് ആയിരിക്കണം, സഭ യൂണിറ്റിയിൽ വർത്തിക്കണം എന്ന് കാണിക്കുക. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. 6 മുതൽ 9 വരെ ശരീരത്തിലെ അവയവങ്ങളുടെ യുണീക്ക് പർപ്പസിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ പ്രവചനം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളെയും എടുത്ത് കാണിക്കുക. ഇവിടെ പ്രവചനം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഉള്ളത് കൊണ്ട് ചിലരൊക്കെ ഈ വാക്യം എടുത്ത് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരു 2 മിനിറ്റ് അവിടുന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ റോമാലേഖനമാണ്, ഇത് അടിസ്ഥാന പ്രമാണമാണ്, പ്രവചനമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പ്രവചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും പ്രവചനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പ്രവചന ശുശ്രൂഷ സഭയിലുണ്ടായിരുന്നു. പ്രവാചകന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു. നമുക്കറിയാം സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഒക്കെ നിയമിച്ചിരുന്നു. ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും 5 ശുശ്രൂഷകൾ അങ്ങനെ നിയമിച്ചിരുന്നു. അതിലെ ഒരു ശുശ്രൂഷയാണ് ഈ പ്രവചന ശുശ്രൂഷ. പല സഭകളും റോമാലേഖനം ഒക്കെ എഴുതുമ്പോൾ പ്രവചന ശുശ്രൂഷ ഉണ്ട്. അത് വളരെ ശക്തിയായിട്ട് സഭയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്നൊക്കെ. എന്നാൽ ഈ പ്രവചന ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ഇല്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, അത് ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കൊരിന്തിൽ പോൾ തന്നെ പറഞ്ഞിരിക്കുക, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല, അത് നിലനിൽക്കും. എന്നാൽ പ്രവചന വരമോ അത് നീങ്ങിപ്പോകും. ഇത് എന്നേക്ക് നിൽക്കുന്ന ഒരു ശുശ്രൂഷ അല്ല. ഇതിനൊരു പർപ്പസ് ഉണ്ട്. ടു എ സർട്ടൺ പീരീഡ് ഇത് നിലനിൽക്കും, അതിനുശേഷം അത് നീങ്ങിപ്പോകും. ഇത് നീങ്ങിപ്പോകും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഭാഷാപരമോ അത് നിന്നു പോകും. ഇതും ഇവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഈ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചന വരം നമ്മളിപ്പം പറയുന്നു. റോമാലേഖനത്തിൽ വായിച്ചെടുത്ത് പ്രവചിക്കുന്നവൻ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ശരിയാണ്, ആ കാലഘട്ടത്തിൽ പ്രവചനവരം ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ് പ്രവചനവരമോ അത് നീങ്ങിപ്പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രവചനം ദൈവം കൊടുത്തിരുന്നതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവചനം എങ്കിൽ
ഐക്യത്വമുള്ളവരായിരിക്കും. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് പറയാൻ കാര്യം, ദൈവം കൽപ്പിച്ചാക്കിയിരുന്നതും കൊടുത്തിരുന്നതുമായ ഒരു 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 ഗിഫ്റ്റ് ആയിരുന്നു പ്രവചനം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ പർപ്പസ് ഉണ്ടായിരുന്നു. ആ പ്രവചനം ദൈവം കൊടുത്തിരുന്നത് പ്രവാചകന്മാരിൽ കൂടി ദൈവസഭയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെയും ഈ ദൈവസഭയിൽ എന്ത് നടക്കാൻ പോകുന്നുള്ളതിനെ കുറിച്ചും ആദ്യ കാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിരുന്നു. അപ്പോസ്തലന്മാരിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടിയാണ് ഈ ദൈവവചനം സഭയെ അറിയിച്ചിരുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഒരു പുതിയ പദ്ധതിയിലാണ് പൗലിനെ വിളിച്ചാക്കിയിരിക്കുന്നത്. മർമ്മങ്ങളുടെ ഒരു പദ്ധതിയാണ് അത്. സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതിയാണെന്ന് നിങ്ങൾക്കറിയാം. അതുവരെയുള്ള ആർക്കും അത് വെളിപ്പെട്ടിരുന്നില്ലെന്ന് നമുക്കറിയാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ച് വേലയ്ക്കാക്കിയത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, ആ മർമ്മമാണ് അവർ പ്രസ്താവിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അത് അറിഞ്ഞില്ല. 7-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, അതായത് ദൈവം ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട് മുൻ നിയമിച്ചതും, അതായത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ തേജസ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി തേജസ്കരിക്കപ്പെട്ട് കർത്താവിനോടൊപ്പം ആയിരിക്കേണ്ടതിന് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതായിരുന്നു. പക്ഷെങ്കിൽ അത് മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ആ ജ്ഞാനം അതത്ര മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇതിനെയാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. മിസ്റ്ററി അല്ലെന്നുണ്ടെങ്കിൽ മർമ്മം. പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട മർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട് ദൈവം മുൻ നിയമിച്ചതും പക്ഷെ മറിഞ്ഞിരുന്നതുമായ ആ ദൈവത്തിന്റെ ജ്ഞാനം, അത് മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇത് പ്രസ്താവിക്കാൻ ആദ്യം ദൈവം തിരഞ്ഞെടുത്തത് പൗലോസ് അപ്പോസ്തലനെയാണ്. എന്നാൽ സഭകൾ വളരുകയും സഭയെ അനേക ദേശങ്ങളിലേക്ക് സഭ എത്തുകയും പടരുകയും ചെയ്യുമ്പോൾ സഭയുടെ ഉന്നമനത്തിനായിട്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവം സഭയിൽ 5 ഉദ്യോഗം ആക്കി വയ്ക്കുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. ഇങ്ങനെ ഈ 5 ശുശ്രൂഷയിലെ ആദ്യത്തെ 1-2 ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത്. അവരിൽ കൂടിയും ദൈവം ഈ ദൈവിക മർമ്മം സഭയിൽ വെളിപ്പെടുത്തുക, അവര് ഈ സഭയിൽ ഇത് പ്രസ്താവിക്കുക. ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇവിടെ കണ്ടില് പറയാണ്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. കാര്യം ഇവർക്ക് 2 കൂട്ടർക്കാണ് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതും ഇവർ സഭയിൽ വെളിപ്പെടുത്തുന്നതും. അതാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്, 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്. 5-ാം വാക്യത്തിൽ പറയുക, ആ മർമ്മം, ഏത് മർമ്മം? സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മം ദൈവം ഒരു മനുഷ്യനും വെളിപ്പെടുത്തിയിരുന്നില്ല. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും, ഇതാണ് ആ 1-2 ഉദ്യോഗം. ആത്മാവിൽ, എങ്ങനെ? പരിശുദ്ധ ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇവർ മുഖേനയാണ് ഇത് സഭയോട് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ വളരെ അത്യാവശ്യമായിരുന്നു. ആ പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരണം കാണുവാനായിട്ട് കഴിയും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, അതായത് ചർച്ചിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയൊക്കെ സഭയിൽ നിയമിച്ചാക്കിയത്. എന്നാൽ പോൾ പറയുകയാണ്, ഇത് പ്രവചനപരമോ നിന്നുപോകും, ഭാഷാപരമോ അത് പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും. ഇവര് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷയായിരുന്നു അന്യഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവർ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഈ മർമ്മങ്ങളെ അവർ സംസാരിക്കുന്നത്, ആ മർമ്മങ്ങളെ ദൈവം അവരുമായിട്ട് സംസാരിക്കുകയാണ്. അവരും ഇവിടെ പറയുന്നത് ആ ഒരു ഭാഷ അവർക്കും അറിയത്തില്ല, മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് വ്യാഖ്യാനിയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്.
ഈ കൊരിന്ത്യ ലേഖനം അന്യഭാഷ എന്ന് പറയുന്ന അടുത്ത ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാം. അവിടെ പറയുന്നത് വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷ പറയുന്നവൻ മിണ്ടാതിരിക്കട്ടെ, അവൻ ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നത്. ആ വ്യാഖ്യാനി ഇല്ലാതെ വേറൊരുത്തിന് കേട്ട് കഴിഞ്ഞാൽ എന്താ ഈ പറയുന്നതെന്ന് അറിയത്തില്ല. ഇതൊരു പുതിയ ഉപദേശമാണ്, ഇതൊരു പുതിയ പദ്ധതിയാണ്, സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മമാണ്. അത് പോളിൽ കൂടി പിന്നീട് അപ്പസ്തലന്മാരിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. അവരത് ദൈവസഭയിൽ പറയുക. ആ പറയുന്നത് ജനം കേൾക്കുകയും അവർ ആത്മാവിലാകുകയും ആത്മസന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. ആദ്യകാലങ്ങളിൽ അങ്ങനെ സഭ ആരാധിച്ചിരുന്നത്. എന്നാൽ ആ ദൈവിക മർമ്മങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ, അത് പൂർണ്ണമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ പാർട്ട് ബൈ പാർട്ടായിട്ട് ലഭിച്ചതൊക്കെ നിന്നുപോകുമെന്ന് പറയും. കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ അധ്യായം 8 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും. ഇതിന്റെ ഒന്നും ആവശ്യം ഇന്നില്ല. എന്നാൽ ഇതുണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. എന്നാൽ ഈ ബൈബിളിൽ ആ 13 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലനോട് റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ എഴുതി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന മർമ്മം എന്ന പദ്ധതിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക പദ്ധതിയും പൂർണ്ണമായി. അതിനുശേഷം പല ബുക്കുകളും എഴുതിയിട്ടുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ അത് ഇതിനോടുള്ള ബന്ധത്തിൽ ബാധകമല്ല. ഇവിടെ പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയുടെ കാര്യവും കൃപായുഗം ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന കാലഘട്ടത്തെ കുറിച്ചും അപ്പോൾ ഇവിടെ പറയുന്നത്. അത് പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഇന്ന് ഇവിടെ പ്രവചനത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. എന്താവശ്യമാണ് താങ്കൾക്ക് പ്രവചനവുമായിട്ടുള്ളത്? എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്? ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ എന്താണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്? ഇവിടെ ഒരു പ്രവചനത്തിന്റെയും ആവശ്യം ഇന്ന് സഭയിലില്ല. അതുകൊണ്ട് തന്നെ അത് നിന്നുപോയി. എന്നാൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ദൈവം അതിനെ യൂസ് ചെയ്തു. അതിനെ ശക്തമായിട്ട് സഭയിൽ ആ വരങ്ങളെ ദൈവം ഉപയോഗിച്ചു. ആ കാലം കഴിഞ്ഞുപോയി. ഇന്ന് അന്യഭാഷ പറയുന്നത് ഒരു ഗുണവുമില്ല. അതിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അവർ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മർമ്മവും 13 ലേഖനങ്ങളിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇനി പുതുതായിട്ടൊന്നും ലഭിക്കാനോ താങ്കൾ ഇനി പുതുതായിട്ടൊന്നും അറിയാനോ ഇല്ല. അറിഞ്ഞതിൽ താങ്കൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിത്യ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. അതുപോലെ അഷുവയുടെ ഒരു പദ്ധതിയായി പറയുന്നത്. ഇനി പുതുതായിട്ട് ആരെങ്കിലും പുതിയ പ്രവചനവുമായിട്ട് വന്ന് താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അതിൽ രക്ഷിക്കപ്പെട്ടൊന്നും വരുന്ന കാലമല്ല ഇത്. ഇവിടെ പറയാം, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അന്ന് അറിഞ്ഞിരുന്നത് അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് അംശമായിട്ട് അറിഞ്ഞിരുന്നു. ഫോർ വി നോ ഇൻ പാർട്ട് ആൻഡ് വി പ്രൊഫസി ഇൻ പാർട്ട്. അന്ന് അങ്ങനെ ആയിരുന്നു. ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും അറിയിച്ചിരുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇത് പൂർണ്ണമായിട്ട് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. പദ്ധതി മുഴുവനും റിവീൽഡ് ആയിരിക്കുക. ഇനി വേറെ പുതിയ പദ്ധതികളും കൊണ്ട് വന്ന് ഇതിലൂടെ ചേർക്കേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അന്ന് എനിക്ക് ഈ പദ്ധതിയെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ജസ്റ്റിഫിക്കേഷനെ കുറിച്ചും ഗ്ലോറിഫിക്കേഷനെ കുറിച്ചും സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചും ഒന്നും എനിക്ക് അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നില്ല. ഇതെല്ലാം എഴുതി എൻ്റെ കയ്യിൽ തന്നിരിക്കുക. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. നമുക്ക് ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയുന്നത് പോലെ തന്നെ അറിയും. ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മിറർ, ഗ്ലാസ് മിറർ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല. അപ്പോൾ ഇത് എഴുതുന്ന കാലത്തൊന്നും ഗ്ലാസ് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഗ്ലാസ് മിറർ ഇല്ല. ആറന്മുള കണ്ണാടിമാര് ഒരു അലോയിയാ ഉപയോഗിക്കുന്നത്. അതിൽ കടമൊഴിയായിട്ട് കാണും. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു നിഴലുമാരി നമ്മളെ കാണാം എന്നുള്ളതല്ല, പൂർണ്ണമായിട്ട് കാണത്തില്ല. ഇപ്പോൾ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാം കർത്താവിനെ കാണുമ്പോൾ മുഖാമുഖമായി കാണും. അന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയുന്നത് പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ ഇത് മൂന്നും നിലനിൽക്കുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവിടെ എല്ലാം പറയുന്നത് ഈ ഉപദേശങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമ്മള് റോമാലേഖനത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചിരുന്നത്. 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് പ്രവചനം എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉപദേശമാണ്. സഭയിൽ എല്ലാവരും പ്രവചിക്കണമെന്നും എല്ലാവരും ദൈവിക ആലോചനകൾ ലഭിക്കണമെന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉപദേശമാണ്.
എല്ലാവരും അന്യഭാഷ പറയണം, ദൈവത്തോട് സംസാരിക്കണം എന്നൊക്കെ പോൾ പറയുന്നത്. ഞാൻ നിങ്ങളെക്കാൾ ഏറെ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ അന്യഭാഷ പറയുമ്പോൾ അതിന് വ്യാഖ്യാനം ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നിങ്ങൾ 1000 വാക്കുകൾ അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ 5 വാക്ക് തെളിവോട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നത് ഏറ്റവും അനുഗ്രഹം എന്നൊക്കെ പോൾ പറയുന്നത് ഈ കാരണവശാലാണ്. ഇന്ന് പ്രവചനം എന്ന് പറയുന്ന ഒരു വരം ദൈവസഭയിൽ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ യുക്തിയിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് പ്രവചനമാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടേ ഈ നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ? ദൈവത്തിന്റെ നാവായിട്ട് ദൈവത്തിന് നമ്മളോട് അറിയിക്കാനുള്ള കാര്യം പറയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇനി എന്ത് കാര്യമാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ഇതിൽ കൂടുതൽ? യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. ഇവിടെ ഒരു പുതിയ യാതൊരു ഉപദേശത്തിന്റെയും ഇനിയും ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ അല്പസമയം നിന്ന് ആ കാര്യം പറഞ്ഞു പോകാനായിട്ട് സമയം വേർതിരിച്ചത്. പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ദാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ദൈവസഭയ്ക്ക് കൊടുക്കുന്ന കാര്യമാണ്. എന്താ പറയുന്നത്, ഗിവിങ്ങിന്റെ കാര്യമാണ്. ഗിവിങ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. നാം ദൈവവേലയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു വരമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഏറിയയാണ്. ഏറ്റവും കൂടുതൽ ഇതിനെ മുതലെടുക്കുകയും ചൂഷണം ചെയ്ത് ഒത്തിരി പേരുടെ നിന്ന് പണം സമ്പാദിക്കുകയും അങ്ങനെ ഒത്തിരി പേര് കാശുകാരായി മാറുകയും പണം സമ്പാദ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയായിട്ട് മാറ്റിയിരിക്കുന്ന ഒരു ഏറിയയാണ്. അതുകൊണ്ട് ഇതിനെ വളരെ കെയർഫുൾ ആയിരിക്കണം. ദാനം ചെയ്യുന്നവർ ഏകാഗ്രതയോട്. ഇവിടെ ദൈവസഭയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല അനുഗ്രഹമാണ്. ഞാനീ പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും കാശ് തരണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഫണ്ട് പിരിവ് നടത്താൻ പ്ലാൻ ഇട്ടിട്ടോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. ഇത് നമ്മൾ മനസ്സോട് ദൈവത്തിന് കൊടുക്കണം. ഇത് ടൈത്ത് അല്ല. ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ ആവോളം കൊടുക്കുന്നത് നല്ലതാണ്. അധ്വാനിക്കുന്നവരെ മാനിച്ച്, അവരുടെ വേലയെ മാനിച്ച്, ദൈവനാമത്തെ മാനിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോട്. അതൊരു അനുഗ്രഹമാണ്, അതൊരു ഗിഫ്റ്റ് ആണെന്ന് പറയുക. ടൈത്ത് കൊടുക്കാനോ ടൈത്ത് വാങ്ങിക്കാനോ ഒന്നും ഈ കാലഘട്ടത്തിൽ അതിന് വചനം അനുശാസിക്കുന്നില്ല. നമ്മൾ അത് ചെയ്യേണ്ട ഒരു കാലമല്ല. നിങ്ങൾ ദശാംശം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റാ ചെയ്യുന്നത്. ദശാംശം വാങ്ങിക്കുന്നവർ അതിനെക്കാട്ടും വലിയ തെറ്റാ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദശാംശം വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ വ്യവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ പരിച്ഛേദന ആദ്യം ചെയ്യണം, പിന്നെ പൗരോഹിത്യ ശുശ്രൂഷ ഫോളോ ചെയ്യണം, പിന്നെ യാഗങ്ങളൊക്കെ അർപ്പിച്ചു തുടങ്ങണം, തിരുനാളും പെരുന്നാളും ഒക്കെ ആഘോഷിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈത്ത് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ടൈത്ത് അല്ല വിഷയം. ദൈവവേലയെ മാനിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വാരി വിതറി കൊടുക്കാനാ പറയുന്നത്. പോൾ പറയുന്നത്, നിങ്ങൾ ലോഭമായി വിതയ്ക്കുന്നുവെങ്കിൽ ലോഭമായി കൊയ്യും. അല്പമായിട്ട് നിങ്ങൾ പിടിച്ച് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രേ തിരിച്ചും കിട്ടത്തുള്ളൂ. അല്ല, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അത് ഇവിടെയും കൊയ്യും അവിടെയും കൊയ്യും. ദൈവം ആരുടെയും കടക്കാരനല്ല. ദൈവം ധാരാളമായിട്ട് തരുമെന്ന് പറയുക. ഞാനൊരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ നിന്ന് കാണിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പോൾ പറഞ്ഞു വന്നു കഴിയുമ്പോൾ കർത്താവിനെ ഉപമ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഞാൻ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല. ഞാൻ അതുകൊണ്ടങ്ങ് മാറുക അവിടുന്ന്. അടുത്ത വാക്യം 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? അതിന്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ടോ? ആകയാൽ സഹോദരന്മാർ, ഞങ്ങൾക്ക് മുൻപായിട്ട് അങ്ങോട്ട് വരികയും ഞങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കൊണ്ട് മുമ്പ് കൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇവിടെ അക്കായയിൽ ഫണ്ട് പിരിവിന് പോൾ വരിക. എൻ്റെ കൂടെ മക്കതോനിയയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് ഉള്ള പിരിവ് ചെയ്തു വെക്കണം എന്ന് അവരോട് പറയുക. എന്നെ നാണം കെടുതല്ല. മക്കതോനിയക്കാർക്ക് അവർക്ക് വകയില്ലാഞ്ഞിട്ടും അവർക്കുള്ളതിനെക്കാട്ടിൽ കൂടുതൽ അവര് പിരിച്ച് നമുക്ക് വേണ്ടി തന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പിരിവും ന്യായമായിട്ടും മാന്യമായിട്ടും ആയിരിക്കണം എന്നൊക്കെ പറയുക. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായിട്ട് വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവീൻ. ഇതൊന്നും കാശ് മേടിക്കല്ലെന്നല്ല പറയുന്നത്. ദാനം കൊടുക്കുന്നവൻ
ദൈവസ്നേഹത്തോട് കൊടുക്കണം. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതൊരു വരമാണെന്നാ പറയുന്നത്. ധാരാളമായി കൊയ്വെന്ന് ഓർത്തുകൊള്ളുകയും അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. ഒരു നിർബന്ധം ഇതിൽ കാണിക്കരുത്. ആരും നിർബന്ധിച്ച് മേടിക്കുകയും വരുത്, കൊടുക്കുകയും വരുത്. ഒരു പ്രയോജനവും നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകത്തില്ല. നിർബന്ധിച്ച് ഇവര് എന്ത് വിചാരിക്കും, എന്തെങ്കിലും കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് കൊടുത്തു കഴിയുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ദോഷം ഉണ്ടാകത്തേ ഉള്ളൂ. അങ്ങനെ കൊടുക്കരുത്. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ ആ ഭാഗത്തുനിന്ന് മാറുക. റോമലേഖനം വായിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ ആ ദാനം ചെയ്യുന്നവർ എന്ന് പറയുന്ന ഭാഗം വന്നതുകൊണ്ട് ഒന്ന് കാണിച്ച, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോട് കൊടുക്കുക. ഗിവിങ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റാണ്. അത് ദൈവം നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അതിനെ അനുസരിച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരു പക്ഷത്തുണ്ടെങ്കിൽ മിഷൻ ഫീൽഡിലൊക്കെ പോയി വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ലായിരിക്കും. അതിന് പോകാൻ അവസരമുള്ള സഹോദരങ്ങളുണ്ട്, അവർ പോയി പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം പണച്ചെലവ് അതിനുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരോട് സുവിശേഷം പറയുന്ന പല പദ്ധതികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊക്കെ പണച്ചെലവുകൾ ഉള്ളതാ. നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ എന്ന് പറയുന്നത് പോലെ അത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും. ദൈവവചനവും ദൈവഹിതവുമാണെന്ന് ഞാൻ ഓർപ്പിക്കുക. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുകയും സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും. സഹോദര പ്രീതി, സഭയിൽ ഒരു കലഹം ഉണ്ടാകാൻ ഇടയാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ ചുംബനത്താൽ നിങ്ങൾ വന്ദനം ചെയ്യുകയും ഒന്നിച്ച് സഹോദരങ്ങളാണ്, ഒരു സഭയിൽ ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആ സഹോദര പ്രീതിയിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും എന്ന് പറയുക. 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഞാനത് ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടാം. അടുത്ത ദിവസം അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. ഇതൊന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതേ ഒന്നുകൂടെ ഒന്നൊന്ന് റാപ്പപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ഒരു വിധത്തിലും മടുത്തു പോകാതെ. പ്രാർത്ഥന കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളൂ, ഇനി വൈകിട്ട് വീണ്ടും പോകണോ, സഭായോഗം കഴിഞ്ഞിട്ട് വന്നതല്ല ഉള്ളൂ, ഇനി അടുത്തത് ഇപ്പൊ വണ്ടി എടുത്തോണ്ട് പോകണ്ടേ, ഇതൊക്കെ ഒരു വലിയ മടുപ്പിന്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ബേബിച്ചാനെ നോക്കിക്കേ, യാതൊരു മടിയുമില്ലെന്നുള്ള. രാവിലെ അമ്മച്ചിയെയും കൂട്ടിക്കൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. വന്നതിന് ശേഷവും വണ്ടിയും എടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിലും ആ ദേശം മുഴുവനും കറങ്ങാനായിട്ടൊരു മടിയുമില്ല. ആത്മാവിൽ എരിവുള്ളവനായിട്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായിട്ട് കർത്താവിനെ സേവിപ്പീൻ എന്ന് പറയുക. ആശയിൽ സന്തോഷിപ്പീൻ. ആക്ച്വലി ഇത് ആശയല്ല, ഇത് പ്രത്യാശയാണ്. ഇവിടെയൊക്കെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അടുത്ത ആഴ്ചയിൽ ഞാനത് പറയാം. പ്രത്യാശയിൽ സന്തോഷിപ്പീൻ, ആശയിലല്ല. റിജോയ്സ് ഇൻ ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്നത് ആശയല്ല, അത് പ്രത്യാശയാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പീൻ, അതിഥി സൽക്കാരം ആചരിപ്പീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഒരു സഭയിൽ എങ്ങനെ നാം ജീവിക്കണം, എങ്ങനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന്റെ ദൈവം തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. ഒരുത്തൻ സന്തോഷിക്കുന്നുവെങ്കിൽ അവനോട് പോയി സന്തോഷിക്കുക. അവന് നല്ല ജോലി ലഭിച്ചു, നല്ല വീട് വെച്ചു, നല്ല കാർ വാങ്ങി, അവനെടുക്കൽ പോയി അവനോടുകൂടെ സന്തോഷിക്കുക. അവൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനങ്ങനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുശുമ്പും ആ ഒരു രീതിയിലും മാറി നിൽക്കാതെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പീൻ, കരയുന്നവരോടുകൂടി കരയുവീൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. ഏറ്റവും ചെറിയവനോട് എത്രയും നമുക്ക് ചേരാമോ അത്രയും വലിപ്പം ഭാവിക്കാതെ, അവൻ ശരീരത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഇതാ ഞാൻ കഴിഞ്ഞ ഭാഗത്തും വായിച്ച് കേൾപ്പിച്ചത്. കഴിയുമെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മേലെ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട്. എല്ലാ വിഷയത്തിനും CCTV അല്ല കേട്ടോ, കർത്താവ് കാണുന്നുണ്ടെന്ന്. ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ആ കാണുന്ന കർത്താവ് അതിന് പകരം ചെയ്യും. കർത്താവിന് പ്രതികാരം ചെയ്യാൻ ഇടം കൊടുക്കാൻ പറയുക. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഇത് സദൃശ വാക്യങ്ങളിൽ ഒരു കോട്ടാണിത്.
സദൃശവാക്യങ്ങൾ 25-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അതായത് നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തലയിൽ ഇടുത്തി വീഴുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തിന് അവസരം കൊടുക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യാൻ പോണ്ട, ദൈവം അവന്റെ തലയിൽ ഇടുത്തി വെട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനല്ല ആക്ച്വലി അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ കുറ്റം ബോധ്യമായി കഴിഞ്ഞാൽ അവന് പബ്ലിക്കിന് മുമ്പിൽ ഏറ്റു പറയണം, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈജിപ്തിലുണ്ടായിരുന്ന ഒരു രീതി അത്. അതായത് ഒരു പാൻ ഉണ്ട്, ആ പാനില് തീക്കനലും വെണ്ണീറും കൂടെ ചേർത്ത് പുക പൊങ്ങുന്ന രീതിയിൽ ഇങ്ങനെ വെണ്ണീറും കൂടെ ചേർത്ത് ഒരു പാൻ ഉണ്ടാക്കും. അത് അവരുടെ തലയിൽ ഒരു ചുമ്മാട് മാതിരി കെട്ടി തലയിൽ വെച്ചിട്ട് അവരെ പബ്ലിക്കിൽ അത് കൊണ്ടു നടക്കും. അത് കാണിക്കുന്നത് പുള്ളി ചെയ്ത ഒരു തെറ്റായി പോയി, അതിന് പ്രായച്ചിത്തമായിട്ട് ഞാൻ അതിന് പ്രായച്ചിത്ത പരിഹാരം ഇങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതി അതുണ്ട്. അതിനെയാണ് ഈ തീക്കനൽ കുന്നിക്കുക എന്ന് പറയുന്നത്. നമ്മള് ഒരുത്തനോട് അവൻ നമുക്ക് ദ്രോഹം ചെയ്തു കഴിയുമ്പോൾ, സ്നേഹത്തോട് അവനോട് ഇടപെട്ട് കഴിയുമ്പോൾ, അവന് ദ്രോഹത്തിന് പകരം ദ്രോഹം ചെയ്യാതെ നീ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. അവൻ ശത്രുവാന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാതെ ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ പാപബോധം വന്നിട്ട് പരസ്യമായിട്ട് അവൻ ആ തീക്കനൽ തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഇത് ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന ഭാഗമാണ്. അല്ലാതെ അവന്റെ തലയിൽ ഇടുത്തി വെട്ടോന്നല്ല ആ എഴുതിയിരിക്കുന്നത്. ഇവിടെ 21-ാമത്തെ വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഞാൻ ഇവിടെ നിർത്തുക. അടുത്ത ആഴ്ചയിൽ ഞാൻ 11 മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്ത് അതിനെ അല്പം കൂടെ വിശദീകരിച്ചുകൊണ്ട് 13-ാമത്തെ അധ്യായത്തിലേക്ക് കയറിയും 13 കഴിയുന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഫാസ്റ്റായിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഈ ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എങ്ങനെ ആയിരിക്കണം, ഏതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്, എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മാതൃക, ഏതാണ് റൈറ്റ്, ദൈവം ഏതാണ് വചനപ്രകാരം നമ്മളോട് കണക്കിടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനനുസരിച്ച് നമ്മളെ ക്രമീകരണം പ്രാപിപ്പാൻ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അതിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.